അതിധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് ഡയസിസ് ഓഫ് അമേരിക്ക മർത്തമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ വരുവാൻ ദൈവം തമ്പുരാൻ അനുവദിച്ചല്ലോ. ആ വലിയ കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കുറവുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ലോകമെമ്പാടുമുള്ള മക്കളെ ഈ പ്രാർത്ഥനയിൽ സമർപ്പിച്ചുകൊണ്ട് ഓപ്പണിംഗ് പ്രയർ നടത്തുവാനായി ബഹുമാനപ്പെട്ട അച്ഛനോട് അഭ്യർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമീൻ. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അനുഗ്രഹീത സമയത്തിനായി സ്തുതിക്കുന്നു. ഒരു പ്രഭാതം, ഒരു വെള്ളിയാഴ്ച ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നൽകി. വീണ്ടും നിന്നെ ഒരുമിച്ച് കൂടി വന്ന സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ഒരുക്കിയ ഈ കൃപയ്ക്കായി സ്തുതിക്കുന്നു. നീ ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വസിക്കുന്നു. ഞങ്ങളത് 2-3 പേർ എന്റെ നാമത്തിൽ ഇവിടെ കൂടുന്നു, അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത ദൈവം ഞങ്ങളുടെ മധ്യേ അവിടുന്ന് വസിക്കുന്നു. ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ, ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകണം. ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്ന എല്ലാവരെയും തൃക്കൺ പാർക്കണമേ. ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കാൻ അരുളിച്ചതിലുള്ള ശബ്ദം കേട്ട് നിന്നെ കൂടുതൽ അറിഞ്ഞ് ബലപ്പെട്ട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാകണമേ. കർത്താവേ, നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള കൃപകളെ പങ്കിട്ട് ജീവിപ്പാൻ, ഞങ്ങളുടെ താലന്തുകളെ മറ്റുള്ളവർക്ക് നൽകുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. നീ നൽകിയിട്ടുള്ള സമയവും കഴിവും എല്ലാ ദാനങ്ങളും പങ്കിട്ട് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും എല്ലാം അനുഗ്രഹിക്കണമേ. ഇടവകളെ അനുഗ്രഹിക്കണമേ. ഭദ്രാസനത്തെ അനുഗ്രഹിക്കണമേ. ഭദ്രാസന നേതൃത്വം കൊടുക്കുന്ന അഭിവന്യ തിരുമേനിയെ അനുഗ്രഹിക്കണമേ. കൃപയിലും നന്മയിലോടുന്ന് വഴി നടത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയമുള്ള സ്ലീവ ഞങ്ങൾക്ക് കാവലും കോട്ടയുമായിരിക്കണമേ. നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. ധനവാ നൽകിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും അവിടുത്തെ കൃപയിൽ ബലപ്പെട്ട് ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും പാവങ്ങളെയും ഒന്നും ഓർക്കാതെ നന്മകരും അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അതിനെ മറുപടി നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വാങ്ങിപ്പോയവരെ അബ്രഹാമ്യ ഫലോസിപ്പിക്കണമേ. രണ്ടാമത്തെ വരവെങ്കിലും ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിന്റെ അതിധന്യനാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ യോഹന്നാനീസ് തിരുമേനിക്കും വൈദിക ശ്രേഷ്ഠർക്കും കുസുമമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹിക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകത്തെമ്പാടുമുള്ള മക്കൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഷിക്കാഗോ റീജിയനാണ് പ്രാർത്ഥന നയിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ ദൈവാലയങ്ങളും അവിടുത്തെ എല്ലാ അഭിഷിക്തരെയും മർത്തമറിയം സമാജം ഭാരവാഹികളെയും എല്ലാവരെയും ഇന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെയും പ്രത്യേകിച്ച് ഇന്ന് ധ്യാന പ്രസംഗം നടത്തുന്ന ബഹുമാനപ്പെട്ട അച്ഛനെയും എല്ലാം പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. ദാനിയേൽ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവരുടെ വായ അടച്ചു കളഞ്ഞു. നാം വായിച്ചുവല്ലോ. പ്രിയപ്പെട്ട സാറാമ്മ തോമസും പ്രിയപ്പെട്ട ലിൻഡ ആൻഡ് ജോർജും വേദപുസ്തകവുമായി സഹായിച്ചു. അവരെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഒരു പാട്ടോടുകൂടി പ്രാർത്ഥന തുടരാം. പ്രിയപ്പെട്ട മെറിൻ പോൾ പാട്ട് പാടുന്നത്. മെറിൻ ജോസഫ്. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ക്ഷോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈ ക്ഷോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം
ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തൻ്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. എൻ ലംഘനങ്ങളും എന്നകൃത്യവുമെല്ലാം അകറ്റിയ തൻ്റെ സ്നേഹത്താൽ, എൻ ലംഘനങ്ങളും എന്നകൃത്യവുമെല്ലാം അകറ്റിയ തൻ്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിലെനിക്ക് സഹായകനും രാക്കാല ഗീതവുമവൻ, നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയുമവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയുമവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. ഹായ് എന്തൊരത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ, നന്ദി കൊണ്ടെന്നുള്ളം തിങ്ങുന്നേ. ഹായ് എന്തൊരത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ, നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരത്തു അവകാശം ഞാനും പ്രാപിപ്പാൻ, ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ. ഇന്നുമെന്നും കൂടെയുള്ളവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. പ്രിയപ്പെട്ട മെറിൻ ജോസഫിനോടൊപ്പം നമുക്കും കർത്താവിനെ വാഴ്ത്തുവാനും മാറാത്തവനാണെന്ന് സാക്ഷിക്കാനും നമുക്ക് സാധിച്ചുവല്ലോ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ദൈവം നേരത്തെ നിശ്ചയിക്കുന്നതാകുന്നു. സന്തോഷത്തോടു കൂടി പ്രിയപ്പെട്ട മെറിൻ ഈ ഒരു കാര്യം ചെയ്താകുന്നു. ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്ന സമയമാകുന്നു. പ്രിയപ്പെട്ട ആൻസി പാപ്പൻ കൊച്ചുമയാണ് വേദോത്സവം വായിക്കുന്നത്. എല്ലാവരും വേദോത്സവം തുറന്നു വെച്ച് പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ പത്രോസ് ലീഹായുടെ ലേഖനം, 1-ാം ലേഖനം 4-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 1 Peter chapter 4 verses 7 to 19. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കൊച്ചുമ വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ബാറയ്ക്കുമോർ. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പിൻ. സകലത്തിനും മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിപ്പിൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ. ഓരോരുത്തനും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ
ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണമാകട്ടെ. എല്ലാറ്റിലും ദൈവം യേശു ക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പിന്നിടവരും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കിൽ ഭരമേൽപ്പിക്കട്ടെ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ. കൊച്ചിനെ കുടുംബമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കൗമയുടെയും പ്രാർത്ഥനയുടെയും സമയമാകുന്നുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ കൗമയും പ്രാർത്ഥനയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. പാർക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. പാവികളായ ആരോട് കരുണ ചെയ്യുന്ന വിശിയ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനയോദൃഷ്ടി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്നോർത്ത് മറിയമേ, തമ്പുരാന്റെ അമ്മേ, അവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പാറക്കുമോർ. എന്റെ സർവ്വത്തിന്റെയും ഉടയവനെ, നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സർവശക്തനെ, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവ സമയങ്ങളെ നീ പ്രാർത്ഥനയുടെയും ആശ്വാസത്തിന്റെയും സമയങ്ങളാക്കി തീർത്തിരിക്കുന്നുവല്ലോ. കർത്താവ്, ഈ സമയത്ത് ഞങ്ങളുടെ നമസ്കാരങ്ങളും അപേക്ഷകളും ഞങ്ങളിൽ നിന്ന് കൈക്കൊള്ളണമേ. പാപനിമിത്തം ഞങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്ന കടച്ചീട്ടിനെ നിന്റെ ഏകപുത്രൻ ദുഷ്ടന്റെ സകല സൈന്യത്തെയും അതിനാൽ മറിച്ചിട്ടതായ സ്ലീബായിന്മേൽ തൂങ്ങിയ നാഴികയിൽ കീറിക്കളഞ്ഞതുപോലെ നീ കീറിക്കളയണമേ. നിന്റെ വന്യ തിരുനാമത്തെ പ്രീതിപ്പെടുത്തുന്നതായ വിശുദ്ധ ജീവിതവും സുഹൃത നടപടികളും ഞങ്ങൾക്ക് നൽകണമേ. ആദ്യന്തമില്ലാത്ത പിതാവേ, നിന്നെയും നിന്റെ പുത്രനെയും നിന്റെ വിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ചുകൊണ്ട് നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ കുറ്റം കൂടാതെ നിൽപ്പാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ആമീൻ. ബഹുമാനപ്പെട്ട അച്ഛനെയും അച്ഛൻ്റെ കുടുംബത്തെയും പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കോച്ചമ്മയുടെ പിതാവ് ചെറിയൻ
അച്ഛന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു വരികയായിരുന്നല്ലോ. അദ്ദേഹത്തിന് അല്പമായി കൊടുത്തിരിക്കുന്ന ആശ്വാസത്തിന് ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥന തുടരണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു പാട്ടോടുകൂടി പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട ലിൻസി പോൾ പാട്ട് പാടുന്നു. കേൾക്കാവല്ലേ എന്നെ അല്ലേ? കേൾക്കാം കേൾക്കാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. കൂരിരുൾ താഴ്വരെ അതിലും എൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരെ അതിലും എൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ജീവിത ശൂന്യതയതിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയതിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി എൻ യേശുപരാ. നന്ദി എൻ യേശുപരാ. നമ്മുടെ മധ്യ എഴുന്നള്ളിരിക്കുന്ന കർത്താവിന് ഒരുമിച്ച് നന്ദി പറയുവാൻ പ്രിയപ്പെട്ട ലിൻസി പോളിനടുത്ത് നമുക്ക് സാധിച്ചല്ല. ലിൻസി പോളിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നുവല്ലോ. ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വചനം നമുക്ക് ഏറ്റവും പ്രധാനമാവുകയും നമ്മുടെ ജീവനും രക്ഷയ്ക്കുമായി തീരുവാനും ഇവിടെ സന്നിഹിതരല്ലെങ്കിലും ലോകമെമ്പാടുമുള്ള മക്കൾക്കും അത് രക്ഷയാകുവാനും ശുദ്ധീകരണത്തിന് സഹായമാകുവാനും പ്രാർത്ഥനയോടെ ഇരിക്കണം. ബഹുമാനപ്പെട്ട എബി എബ്രഹാമച്ചൻ, ബഹുമാനപ്പെട്ട റിഞ്ചു പി കോശനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ട റിഞ്ചു അച്ഛൻ, കർത്താവിൽ സ്നേഹമുള്ളവർ, പ്രാർത്ഥന ഇത്
കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും പറയും നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥന കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയവരാണ്, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കറിയാം, എത്ര സമയം വേണമെങ്കിലും പ്രാർത്ഥിക്കാം. പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, വി ഡോണ്ട് നോ ഹൗ ടു പ്രേ. എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം എന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതൊരു വലിയ കുഴപ്പമാണ്. നമ്മൾ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു പ്രാർത്ഥന, ഇറ്റ്സ് an anonymous prayer. We don't know who wrote it. It is a great prayer written by a man, and one of a legend took the prayer and wrote down in a Christmas card. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: I ask God for strength that I might achieve, but I was made weak that I might learn humbly to obey. ശക്തി കിട്ടാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പക്ഷെ എന്നെ ബലഹീനനായിട്ടാ ദൈവം സൃഷ്ടിച്ചത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, അനുസരണമുള്ളവനായി തീരാൻ വേണ്ടി ദൈവം എന്നെ ബലഹീനനായി സൃഷ്ടിച്ചു. I asked for health that I might do greater things. ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ ആരോഗ്യത്തിനായി പ്രാർത്ഥിച്ചു. I was given infirmity that I might do better things. നല്ലത്, ഏറ്റവും നല്ലത് ചെയ്യാൻ വേണ്ടി ദൈവം എന്നെ ഇൻഫേമായിട്ട്, എന്ന് പറഞ്ഞാൽ മരണമുള്ളവനായിട്ട് സൃഷ്ടിച്ചു. I asked for riches. ഞാൻ ധനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. that I might be happy. ഒരുപാട് ധനം ഉണ്ടാകുമ്പോൾ ഞാൻ വളരെ സന്തോഷമുള്ളവനാകുമെന്ന് വിചാരിച്ച് ധനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. I was given poverty. എനിക്ക് ദൈവം തന്നത് ദാരിദ്ര്യമാണ്. that I might be wise. ഞാൻ ദൈവസന്നിധിയിൽ ബുദ്ധിയുള്ളവനായി തീരാൻ വേണ്ടി എനിക്ക് ദാരിദ്ര്യം ദൈവം തന്നു. I asked for power. ഞാൻ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. that I might have the praise of men. മനുഷ്യനെല്ലാം എന്നെ ഒരുപാട് പുകഴ്ത്തുന്നതിന് വേണ്ടി ഞാൻ ശക്തിക്കും അധികാരത്തിനും വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. But I was given weakness that I might feel the need of God. എനിക്ക് തന്നത് ബലഹീനതയാണ്. എന്തിനാ? ദൈവത്തിന്റെ ആവശ്യം എനിക്കുണ്ട് എന്ന് എന്നെ ബോധ്യപ്പെടുത്താനായിട്ട്. I asked for all things that I may enjoy in life. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആനന്ദിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. I was given life that I might enjoy all things. എനിക്ക് ജീവൻ തന്നു, നിത്യജീവന്റെ അവകാശം തന്നു, ജീവൻ തന്നു. ഇതെല്ലാം ആസ്വദിക്കുന്നതിന് വേണ്ടി എനിക്ക് ജീവൻ തന്നു. I got nothing that I asked for. ഞാൻ ചോദിച്ചതൊന്നും ദൈവം എനിക്ക് തന്നില്ല. But everything I had hoped for. ഞാൻ ചോദിച്ചതൊന്നും തന്നില്ല, പക്ഷേ ഞാന് കാത്തിരുന്ന് ലഭിക്കുമെന്ന് വിചാരിച്ചതെല്ലാം എനിക്ക് ലഭിച്ചു. Almost despite myself, my unspoken prayers were answered. ഞാൻ പറഞ്ഞതൊന്നും അല്ല എനിക്ക് കിട്ടിയത്, എന്റെ ആധരങ്ങൾ കൊണ്ട് പറഞ്ഞതൊന്നും അല്ല കിട്ടിയത്. I got answers from my unspoken words. ഞാൻ പറയാതിരുന്ന പ്രാർത്ഥനകൾക്കായി എനിക്ക് ഉത്തരം കിട്ടിയത്. നോക്കുക, നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഈ ആദ്യത്തെ വരികളിലൂടെ പോകുന്ന പ്രാർത്ഥനകൾ. ധനത്തിനും അധികാരത്തിനും ശക്തിക്കും, ഇല്ലേ, വലിയ വലിയ കാര്യങ്ങൾ ഈ ലോകത്തിൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അതിന് നേരെ എതിർവശമാണ് ദൈവം നമുക്ക് തരുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചു പോകാൻ വേണ്ടി. എന്നിട്ട് അവസാനം അദ്ദേഹം പറയുക, I am among all men most richly blessed. അതുകൊണ്ട് ഞാൻ എല്ലാവരേക്കാളും അനുഗ്രഹീതനാണ്. ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്
നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളും എല്ലാം ഉണ്ടാകേണ്ടത്. ഗോഡ് ആൻസേഴ്സ്. എന്തുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയും, ഞാൻ പ്രാർത്ഥിച്ചതൊന്നും ദൈവം എനിക്ക് തന്നില്ല. പ്രാർത്ഥിച്ചതല്ല തരുന്നത്. ഹി ആൻസേഴ്സ് ഫോർ അൺസ്പോക്കൺ വേർഡ്സ് വിച്ച് ലൈ ബിഹൈൻഡ് ഓർ ബിയോണ്ട്. അപ്പുറത്തോ ഇതിന് പുറകിലോ ഒക്കെ കിടക്കുന്ന പ്രാർത്ഥനകൾക്കാ ദൈവം ഉത്തരം തരുന്നത്. നാം പ്രാർത്ഥിച്ചതിന് എന്താ ഉത്തരം കിട്ടാത്തതെന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ കാരണം. ദൈവം എനിക്ക് എന്താ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ പറയണം, God answered my unspoken words, that I am the blessed one in the world. ഞാൻ ഏറ്റവും അനുഗ്രഹീതനാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ ഈ പ്രാർത്ഥനകൾ, അറിഞ്ഞും അറിയാതെയും കിടക്കുന്ന പ്രാർത്ഥനകൾ, ദൈവം എന്നെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നുവോ, ഞാൻ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതല്ല, ദൈവം എന്നെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ലഭിക്കാൻ പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ എന്ന ആമുഖമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്ന പ്രിയപ്പെട്ട റിഞ്ചു പി കോശി അച്ഛനാണ്. അച്ഛനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. അച്ഛൻ ഇതിനു മുമ്പ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അച്ഛൻ ഈ അധികകാലം കുറെ നാൾ അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ട്. അപ്പോൾ പലരും അച്ഛനെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. അച്ഛൻ്റെ ഈ സാന്നിധ്യവും ഈ പ്രാർത്ഥനയും നമ്മോട് സംസാരിക്കാൻ പോകുന്ന വചനങ്ങൾക്കും എല്ലാം ദൈവം തമ്പുരാൻ ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലായ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ നൽകി സഹായിക്കട്ടെ. അച്ഛൻ്റെ ഇന്നത്തെ സാന്നിധ്യത്തിന് എല്ലാ പ്രാർത്ഥനകളും, എല്ലാ ആശംസകളും, എല്ലാ നന്ദിയും ഈ സമയത്ത് ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട അച്ഛനെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കേൾക്കാമോ? കേൾക്കാം. അച്ഛാ, എനിക്ക് ഒരു സമയ ലിമിറ്റൂടെ പറയാമോ? ഒരു 20 minutes. 11:20. 11:20. അതെ. ഓക്കെ അച്ഛാ. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറെ സ്നേഹിതൻ, സഹോദരനായിരിക്കുന്ന എബിയച്ചൻ, കർത്താവിൽ മാതാപിതാക്കളെ ഞാൻ വിശ്വസിക്കുന്ന അഭ്യുന്ന പിതാവ് ഇതിനകത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഏറെ സന്തോഷം. എനിക്ക് ഇതിനകത്ത് മീറ്റിങ്ങിൽ ഒരു പ്രാവശ്യം കൂടി വരാൻ ഇടയാക്കി ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ഓഗസ്റ്റ് 30 അല്ലെങ്കിൽ സെപ്റ്റംബർ 1 വന്നതാണ്. തിങ്കളാഴ്ച രാവിലെ തിരികെ പോവുകയാണ്. അപ്പോൾ എൻ്റെ സഹോദരി ഷീന ചേച്ചി പറഞ്ഞാൽ പിന്നീട് പ്രത്യേകിച്ച് എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ ഇത്തിരി ഒരു കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്തായിരുന്നാലും ചേച്ചി പറഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒബ്ജക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം നമ്മുടെ സെന്റ് മേരീസ് പള്ളിയിലാണ്, അറ്റ്ലാന്റയിൽ. അച്ഛൻ്റെ റൂമിലോട്ട് കയറി വന്നിട്ട് ഇരിക്കുകയാണ്. പോട്ടെ, ആമുഖ വാക്കുകൾക്ക് വലിയ പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ചെറിയ ചില ചിന്തകളൊന്ന് പങ്കുവെച്ചു പോകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും ഇപ്പൊ വേദപുസ്തകം വായിക്കാൻ ചുമതല കൊടുത്തേക്കുന്ന ആർക്കാ? വേദപുസ്തകം വായിക്കുന്ന ആരാ? കൊച്ചമ്മയുണ്ടല്ലോ, ജോയ്സച്ചിന്റെ കൊച്ചമ്മയുണ്ടല്ലോ. നെഹമ്യാവ് 8:18 എടുത്തു വെച്ചാ ഞാൻ പറയുമ്പോൾ വായിച്ചാൽ മതി. നെഹമ്യാവ് 8:18 എടുത്തു വെക്കുക. നെഹമ്യാവ് 8 പോട്ടെ, നമ്മുടെ ചിന്തയിലേക്ക്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഡെയിലി റൂട്ടീൻസ് ഉണ്ട്. അങ്ങനെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. രാവിലെ ഇത്ര മണിക്ക് എഴുന്നേൽക്കും, ഇത്ര മണിക്ക് കിടക്കും. ഈ റൂട്ടീൻസ് എല്ലാം നമ്മൾ തെറ്റിച്ചാലും നമ്മൾ ഒരു ദിവസത്തിന് അതിൻ്റെതായ റൂട്ടീൻ വെക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനെ ബേസ് ചെയ്ത് അതിനകത്ത് ഏറ്റവും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു പക്ഷെ ജോലി. ആ ജോലിയുടെ ബേസ് ചെയ്ത് ബാക്കി റൂട്ടീന് ക്രമീകരിക്കും. അപ്പം ഇന്ന് കുഞ്ഞുങ്ങളെ ഹസ്ബൻഡ് കൊണ്ടുവിടാമോ അല്ലെങ്കിൽ വൈഫ് കൊണ്ടുവിടാമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റൂട്ടീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഈ പ്രാർത്ഥനയ്ക്ക് തെറ്റൊന്നുമില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ പറയുമ്പോൾ അത് വിശുദ്ധ ബലി കുർബാനയെ കുറിച്ചാണെന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ്. എന്നാൽ നോർമൽ രീതിയിലും ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് ഇപ്പൊ എനിക്ക് അച്ഛൻ്റെ പ്രസംഗം, എബി അച്ഛൻ്റെ വാക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം എനിക്കതൊന്ന് കൊട്ടേഷൻ ഒന്ന് കിട്ടണമെന്ന് ഞാനിങ്ങനെ അച്ഛനോട് ആവശ്യപ്പെടാനിരിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ അച്ഛൻ പറഞ്ഞതിനകത്ത് പറഞ്ഞ പോലെ ഞാൻ ആവശ്യപ്പെടുന്നതിലൊക്കെ ഉപരിയായിട്ട് ദൈവം എനിക്ക് തരുന്നുമുണ്ട്. അപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്ന് പറയുന്നതിനകത്ത് നോർമൽ ഡെയിലി ലൈഫിലെ ബ്രെഡ് ആയിരുന്നാലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെ ഞാൻ. എന്നാൽ ഒരു കാര്യമുണ്ട്, എപ്പോഴാണ് നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് വിളിച്ചേക്കുന്ന ഒരാൾക്ക് അവന് ആവശ്യമുള്ളത് കൊടുക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കാൻ പറ്റും.
അവനെ ഞാൻ ആ കിണർ കുഴിക്കാൻ വേണ്ടി, അല്ലെ കിണറിന് മണ്ടവശം കെട്ടാൻ വേണ്ടി വിളിച്ചു. അവൻ വന്ന് മതില് പണിയാൻ നമ്മൾ അവന് പൈസ കൊടുക്കുവോ? ഒരുത്തനെ നമ്മൾ വീട്ടിൽ പുല്ല് വെട്ടാൻ വിളിച്ചു, അവൻ വന്നിട്ട് വീടിനകം തൂത്താൻ നമ്മൾ പൈസ കൊടുക്കുവോ? ഒരുവനെ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചു, അവനെ വിളിക്കപ്പെട്ടതിനല്ലാതെ വേറെന്തെങ്കിലും ചെയ്താൽ അവന് നമ്മൾ പൈസ കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ വളരെ പ്രസക്തമാണ്. ഇനി ഒരു വാക്യം ഞാൻ നെഹമ്യാ പറഞ്ഞെങ്കിലും വേറെ ആരെങ്കിലും ഒരാള് ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം 10-ാം വാക്യം. ഔവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിച്ചതിന് ശേഷം ഞങ്ങൾ അപ്രകാരം നിങ്ങളോട് അവന് നന്ദി പറയുമോ? ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാകുന്നു. എന്തോ അപ്രകാരം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിച്ചതിന് ശേഷം നിങ്ങൾ പ്രയോജനം ഇല്ലാത്ത ദാസന്മാരാകുന്നു. പ്രയോജനമില്ലാത്ത ദാസന്മാർ. അയ്യോ, നമ്മളോട് പറഞ്ഞത് ചെയ്തിട്ട് സ്വയം പറയണം ഞാൻ പ്രയോജനമില്ലാത്ത ദാസന്മാരെന്ന്. എന്തോരം വൈകല്യം എന്ന് ആലോചിക്കുക. എന്നോട് ചെയ്യാൻ ഡയറക്റ്റ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് ഞാൻ പറയേണ്ട വാചകം എന്തുവാ? ഞാൻ പ്രയോജനം ഉള്ളവനെന്നാണോ? അല്ല, ഞാൻ പ്രയോജനം ഇല്ലാത്ത ദാസനെന്നാ. അതെന്താ കാര്യം? വാട്ട് ഈസ് ഡയറക്റ്റഡ്? അത് ചെയ്യാൻ ഇവിടെ ബംഗാളി മതി ഞങ്ങളുടെ നാട്ടിൽ പറയും. നമ്മുടെ നാട്ടിൽ പറയും ബംഗാളി മതി അത് ചെയ്യാൻ, പറയുന്നത് ചെയ്യാൻ വേണ്ടി ബംഗാളി മതി. പറയാതെ കണ്ടറിഞ്ഞ് ചെയ്യുന്നവനാ വോളണ്ടിയർ അല്ലെങ്കിൽ മക്കള്. പറയാതെ കണ്ടറിഞ്ഞ് അപ്പനും അമ്മയ്ക്കും മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ അത് ചെയ്യുന്നവൻ ബംഗാളി. നേരെ മറിച്ച് എൻ്റെ അപ്പനും അമ്മയ്ക്കും മരുന്നിന് സാധ്യതയുണ്ട്, അവർ കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാകുമ്പോഴേ അവർ മക്കളാകും എന്ന് പറഞ്ഞ പോലെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ട് ഓരോ ദിവസവും ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരായിട്ട് മാറുകയും, എന്നാൽ അത് ചെയ്തു തീർന്നതിന് ശേഷം ഞങ്ങൾ പ്രയോജനം ഇല്ലാത്ത ദാസന്മാരെന്നാ പറയാൻ, പ്രയോജനം ഉള്ള ദാസന്മാരെന്ന് പറയാനല്ല പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരുന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് ആലോചിക്കുക. എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യുക കൂടി ചെയ്യുന്നില്ല. ചെയ്യാത്തത് പറയാത്തത് കൂടി ചെയ്യുമ്പോഴേ നമ്മൾ പ്രയോജനമുള്ള ദാസന്മാരാകുന്നത്. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൂടെ ചെയ്യാതിരുന്നാൽ എങ്ങനെയായിത്തീരും നമ്മളൊന്ന് ആലോചിക്കുക. അപ്പൊ എന്തൊക്കെയാ ഒരു ക്രിസ്ത്യാനിയുടെ, എനിക്ക് 20 മിനിറ്റ് സമയമാണ്, ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞു. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ അലോട്ട് ചെയ്തിട്ടുള്ള, അതായത് ഒരു ദിവസം ചെയ്യണമെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ള, അല്ലെ തിരുവചനം പഠിപ്പിക്കുന്ന കാര്യങ്ങളെ പെട്ടെന്ന് പറഞ്ഞു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 18-ാം വാക്യം വായിക്കാം. ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ അവൻ ദിവസേന ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾപ്പിച്ചു. ഇനി അടുത്തൊന്ന് എടുത്തോണേ, സങ്കീർത്തനം 88-9 ഒന്ന് എടുത്തോണേ. ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ യഹോവയുടെ ന്യായപ്രമാണം വായിച്ച് കേൾപ്പിച്ചു. യഹോവയുടെ ന്യായപ്രമാണം വായിച്ച് കേൾപ്പിച്ചു. ഒന്നുകൂടെ പറഞ്ഞേക്കാം. ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേൾപ്പിച്ചു. അമേരിക്കയിൽ എന്ത് അർത്ഥവത്തായ ഒരു വാക്യമാണെന്നറിയാമോ ഇത്? സഹോദരങ്ങളുടെ ജീവിതത്തിന്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ വായിക്കേണ്ട പുസ്തകം മാത്രമല്ല ന്യായപ്രമാണ പുസ്തകം, വായിച്ചു കേൾപ്പിക്കേണ്ട പുസ്തകമാണ്. നമ്മൾ വായിക്കുക പോലും ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെ വായിച്ച് കേൾപ്പിക്കുന്നു? നമ്മൾ വായിക്കുക പോലും ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെയാ വായിച്ചു കേൾപ്പിക്കുന്നത്? ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം, പണ്ട് ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞു, നിങ്ങൾ വേദപുസ്തകം വായിക്കരുത്, നിങ്ങൾ വേദപുസ്തകം പഠിക്കണം. കാരണം എങ്ങനെയാ ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം. അത് പഠിക്കണം അല്ലേ? പലപ്പോഴും ഇവിടുത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രതിസന്ധി ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ നാട്ടിലെ പറയാം. ചിലരേലും പറയാറുണ്ട്, അപ്പനെ അമ്മയും മക്കള് നോക്കുന്നില്ല, അപ്പനെ അമ്മയെ എതിരെയാണ് എന്നൊക്കെ പറയുമ്പം വേദപുസ്തകത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് വളരെ കൃത്യമായി, അപ്പനെ അമ്മയെ ദുഷിക്കുന്നവന്റെ കണ്ണ് തോട്ടറമ്പിലെ കാക്ക കൊത്തിപ്പറിക്കും. ഇത് മക്കളെ പഠിപ്പിക്കാൻ ആരാ? അപ്പ അമ്മയും തന്നെയാ. അത് ശരിയല്ലേ അച്ഛാ? ഞായറാഴ്ച അല്ലേ ഉള്ളൂ ഇവിടെ പിള്ളേർക്ക് ബാൻഡ്, ഇവിടെ പിള്ളേർക്ക് ഫുട്ബോള്, ഇവിടെ പിള്ളേർക്ക് ക്രിക്കറ്റ്, ഇവിടെ പിള്ളേർക്ക് ജിമ്മ്, ഇവിടെ പിള്ളേർക്ക് സോഷ്യലൈസേഷൻ ഒക്കെ വരികയുള്ളൂ അല്ലേ? ഈ ദൈവത്തിന്റെ ന്യായപ്രമാണം സ്വയം വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യണം.
വേദപുസ്തകത്തിൽ മൊത്തം എത്ര വാക്യമുണ്ടെന്ന് ആരെങ്കിലും, എത്ര അധ്യായമുണ്ടെന്ന് ആരെങ്കിലും പറയാമോ? ഞാൻ നിങ്ങൾക്കറിയാം കുറച്ച് ഒരു ക്വിസ് മാസ്റ്ററൂടാ. അപ്പൊ ഉണ്ട്. വേദപുസ്തകത്തിൽ മൊത്തം എത്ര അധ്യായം ഉണ്ടെന്ന് അറിയാമോ? ഞാൻ പറയാം. 1188 അല്ലെ 89 വാക്യമാണുള്ളത്. ആ 89ന്റെ നടുക്കത്തെ അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ നടുക്കത്തെ വാക്യം ഏതെന്ന് ചോദിച്ചാൽ അതിൽ നിന്നാണ് വേദപുസ്തകത്തിലെ മുഴുവൻ പുസ്തകത്തിന്റെ അധ്യായങ്ങളുടെ എണ്ണം എടുക്കുന്നത്. അത് വേറൊന്നുമല്ല, അത് ഇതാണ്: മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലതെന്നുള്ള സങ്കീർത്തനം 118ന്റെ 9. അപ്പൊ ഈ വാക്യം നമ്മുടെ മനസ്സിലേക്കൊന്ന് വരണമെങ്കിൽ ഈ ന്യായപ്രമാണം വായിച്ചു കേൾക്കണ്ടേ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുകൊണ്ട് 1118 വാക്യം അല്ലെങ്കിൽ 1188 വാക്യം അല്ലെ 89 വാക്യം വന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ദിവസം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം കഴിക്കുന്ന നസ്രാണി, ക്രിസ്ത്യാനി, നീ രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു അധ്യായവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു അധ്യായവും വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു അധ്യായം വായിച്ച ഒരു വർഷം കൊണ്ട് നിന്റെ തിരുവചനം വായന പൂർത്തീകരിക്കും. വലിയ കാര്യമൊന്നുമല്ല, വലിയ അതിശയമൊന്നുമല്ല. അവിടെയാ നസ്രാണി പറയുന്നത്, അച്ഛനൊന്നും തോന്നല്ലേ അച്ഛാ, ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, ഒരു തവണ പോലും ഞങ്ങള് വേദോത്സവം മൊത്തത്തില് വായിച്ചിട്ടില്ല. നല്ല രസമാണ്. അപ്പച്ചന്റെ പ്രമാണം 4 തവണ വായിച്ചു, അനിയന് വസ്തു കൊടുക്കാതിരിക്കാൻ എന്താ വഴിയും നോക്കി. അമ്മച്ചിയുടെ പ്രമാണം 4 തവണ വായിച്ചു, വാളെ ഓർമ്മ ഊരി കൊടുക്കാതിരിക്കാൻ വേണ്ടി. ദൈവത്തിന്റെ ന്യായപ്രമാണം വായിച്ചില്ലെങ്കിൽ കർത്താവ് ഇല്ലായിട്ട് ചോദിക്കത്തൊന്നുമില്ല കേട്ടോ, അതിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഒന്ന്, അനുദിനം തിരുവചനം വായിക്കണം. വായിക്കുക മാത്രമല്ല, ഫോർ ദ റിപ്പന്റൻസ് ഓഫ് അതേഴ്സ് യു ഷുഡ് റീഡ് ഇറ്റ് ലൗഡ്ലി, ദേ ഷുഡ് ഹിയർ ഇറ്റ്. മറ്റുള്ളവരെ കേൾക്കത്തക്ക രീതിയിൽ ഉറക്കെ വായിക്കണം. മറ്റുള്ളവർ കേൾക്കണം. ഞാനും നിങ്ങളും വായിക്കുന്നത് അവർ കേൾക്കണം. അതെങ്ങനെ വെച്ചാൽ ഹിന്ദുക്കൾ കേട്ടെ വായിക്കേണ്ട ആവശ്യം, അവരും കേൾക്കണം, മറ്റുള്ള മതക്കാർ കേൾക്കണം. ഞാൻ എൻ്റെ സ്റ്റാഫ് റൂമിൽ ഒരു കുട്ടിയുണ്ട്, രാജി എന്ന് പറയും. ആ ടീച്ചറിന്റെ പ്രത്യേകത, ടീച്ചർ സ്റ്റാഫ് റൂമിൽ ഉച്ചയ്ക്ക് ഇരിക്കുമ്പോൾ പോലും ദേവീ സ്തോത്രം ചൊല്ലും. ദേവീ സ്തോത്രം ചെറുതായിട്ട് ചൊല്ലും. അടുത്ത് ചെന്നിരുന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. അയ്യോ അച്ഛൻ, ഞങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത ഇവിടുത്തെ ഒരു കൾച്ചറിന് പറ്റത്തില്ല അച്ഛല്ലേ. പറ്റും, എന്തും പറ്റും, പറ്റുന്നൊരു സാഹചര്യമാണ്. ശരി, പോട്ടെ. അപ്പൊ ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വായിക്കാം. സങ്കീർത്തനം 88:9 വായിച്ചേ. ഇത് പെട്ടെന്ന് പറഞ്ഞു പോകും, അതിനധികം സമയം എടുക്കില്ല. എന്റെ കണ്ണ് കഷ്ടത ഹേതുവായി ക്ഷയിച്ചു പോകുന്നു. യഹോവേ, ഞാൻ ദിവസം പ്രതിയും നിന്നെ വിളിച്ചപേക്ഷിക്കുകയും എന്റെ കൈകളെ നിങ്കിലേക്ക് മലർത്തുകയും ചെയ്യുന്നു. ഇത് ദിവസം പ്രതി ചെയ്യണ്ട കേട്ടോ, ഇതും ദിവസം പ്രതി ചെയ്യണ്ട. അടുത്തത് ലൂക്കോസ് സുവിശേഷം 9-23 വാക്യം എടുത്തോണേ. അപ്പൊ ഇതൊന്ന് പറഞ്ഞിട്ട്, ലൂക്കോസ് സുവിശേഷം 9-23 വാക്യം. നമ്മള് ദിവസം പ്രതി ദൈവസന്നിധിയിലേക്ക് കൈകൾ ഉയർത്തണം, പ്രാർത്ഥിക്കണം. അടിസ്ഥാനപരമായ കാര്യങ്ങള് അധികം വലിയ കാര്യമല്ല. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ വീടിന്റെ ഒക്കെ അടിത്തറ, ഇവിടുത്തെ എനിക്ക് അത്ര പറയാൻ അറിയില്ല, എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് അടിത്തറ. ആ അടിത്തറ സ്ട്രോങ് അല്ലെങ്കിൽ മണ്ടയ്ക്ക് എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും സ്ട്രെങ്തൻ ചെയ്യേണ്ട എന്താ? നമ്മുടെ പ്രാർത്ഥന തന്നെയാണ്. നമ്മുടെ പ്രാർത്ഥന തന്നെയാണ്. ഞാനൊക്കെ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ല. കാരണം there is a mother always praying for me. There is a wife is always praying for me. ആ ധൈര്യം എനിക്കുണ്ട്. ആ ഒരു ധൈര്യം എന്നെ ശക്തിപ്പെടുന്നുണ്ട്. യാതൊരു തർക്കവും ഇല്ല. സഭ അല്ലെങ്കിൽ വിശ്വാസികൾ, നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല എൻ്റെ അർത്ഥം. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള ധൈര്യം എനിക്കുണ്ട്. ഈ ധൈര്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? There is a mother who is praying for me എന്ന് പറയിക്കുന്ന ഒരു മകന് ഈ ലോകത്തുണ്ടോ? അതോ there is a mother who is creating more and more money for me എന്ന് പറയുന്ന ഒരമ്മയാണോ, ഒരു മകനാണോ എനിക്കുള്ളത്? സ്വയം ചിന്തിച്ചു നോക്കിയേ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരായി തീരട്ടെ. എല്ലാ ദിവസവും ഇത് തിരുവചനം പഠിപ്പിക്കും. അതിനകത്ത് ഒത്തിരി പറയാനുണ്ട്, തൽക്കാലം സമയമില്ലാത്തതുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 9-23 വാക്യം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നാൾതോറും തന്റെ കുരിശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അടുത്ത വായിക്കേണ്ടത് പുറപ്പാട് പുസ്തകം 16-4 വാക്യമാണ്. ഇപ്പൊ ഇതിലേക്ക് പറയാം. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, പുറപ്പാട് പുസ്തകം 16-4 വാക്യം.
ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ നാൾതോറും ത്യജിച്ച് തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് തിരുവചനം പഠിപ്പിക്കുക. വളരെ രസകരമായ ഒരു വാചകം കേട്ടോ. ഈ സ്വയം ത്യജിക്കുന്ന ഒരാൾക്ക് എന്താ കുരിശ്? ക്രിസ്തു അല്ലെങ്കിൽ യേശു ക്രിസ്തു, യേശു ക്രിസ്തുവിന്റെ കുരിശ് എന്താ? യേശു ക്രിസ്തുവിന്റെ കഷ്ടതയാണോ? നമ്മളെ കുരിശ് എന്താന്ന് ചോദിച്ചാൽ കഷ്ടതയാന്ന് പറയും. ആണോ? അല്ല. യേശു ക്രിസ്തുവിന്റെ കുരിശ് യേശു ക്രിസ്തുവിന്റെ കഷ്ടത എന്നല്ല. കാരണം യേശു ക്രിസ്തുവിന് എന്ത് കഷ്ടതയുള്ള? ഒരു കഷ്ടതയില്ല. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാ. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 8-ാം വാക്യമാണെന്നോ അതോ 18-ാം അധ്യായം 8-ാം വാക്യമാണെന്നോ ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട്. തന്റെ അടുക്കലേക്ക് തന്നെ പിടിക്കാൻ ആളുകൾ വന്നപ്പോൾ ഒരു നോട്ടമേ നോക്കിയുള്ളൂ. അയലോക്കത്ത് വന്നവൻ തെറിച്ച് വീണുപോയി. അങ്ങനെയുള്ള ദൈവപുത്രനെ എന്ത് കഷ്ടതയുള്ള? ഒരു കഷ്ടതയില്ല, ഒരു കഷ്ടതയില്ല. പിന്നെ എന്താണ് യേശു ക്രിസ്തുവിന്റെ കഷ്ടത? യേശു ക്രിസ്തുവിന്റെ കുരിശ് എന്താണ്? ആ കുരിശെന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും പാപമാണ്, എന്റെയും നിങ്ങളുടെയും തിന്മയാണ്, എന്റെയും നിങ്ങളുടെയും വേദനയും പ്രയാസവുമാണ് യേശു ക്രിസ്തുവിന്റെ കുരിശ്. അതാണ് അദ്ദേഹം കാൽവറിയിൽ യാഗമായിട്ട് കുരിശായിട്ട് എടുത്തുകൊണ്ട് പോയതും സഹിച്ചതും വഹിച്ചതും ഒക്കെ. നമുക്ക് കുരിശൊക്കെ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം 1-2 പള്ളി പ്രസംഗിച്ചോ ഞാൻ ചുമ്മാ ചോദിച്ച പോലെ, മാല എന്നത് കുരിശ് ഇടാനുള്ളതാണോ? മാല എന്നുള്ളത് കുരിശിടാനുള്ളതാണോ അതോ മാലയിൽ ഇടാനുള്ളതാണോ കുരിശ്? ഇത് രണ്ടും രണ്ടാ അല്ലേ? ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. മാല എന്നത് കുരിശ് ഇടാനുള്ളതാണോ അതോ കുരിശയിൽ ഇടാനുള്ളതാണോ മാല? അല്ല, മാലയിൽ ഇടാനുള്ളതാണോ കുരിശ്? ഒന്നുകൂടെ ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യണേ. കുരിശ്, സോറി, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തിരുമ്പി. മാല എന്നത് കുരിശ് ഇടാനുള്ളതാണോ അതോ മാലയിൽ ഇടാനുള്ളതാണോ കുരിശ്? മാലയിൽ ഇടാനുള്ളതാ. മാലയിൽ ഇടാനുള്ള കുരിശ് എന്നാ നമ്മുടെ ഒരു വിചാരം. അല്ല, കുരിശിടാനുള്ള സാധനത്തിന് പറയുന്ന പേരാ മാല. ഐഡന്റിറ്റി കാർഡ് ഇടാനുള്ളതാണ് അതിന്റെ ബെൽറ്റ് എന്ന് പറയുന്ന പോലെ കുരിശ് ഇടാനുള്ള സാധനത്തിന് പറയുന്ന പേരാണ് മാല. ഇന്ന് നമ്മൾ നേരെ തിരിച്ചു. ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന വാർത്തകളിൽ ഒന്നാണ് മാല പൊട്ടിച്ചോണ്ട് പോയി, ബൈക്കിൽ വന്നിട്ട് ആളുകളുടെ മാല പൊട്ടിച്ചോണ്ട് പോയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അതിന്റെ കാരണം വേറൊന്നും അല്ല, 8 പവന്റെ മാല തൂക്കിക്കൊണ്ട് നടക്കുക ആ 2 ഗ്രാമിന്റെ കുരിശിടാൻ വേണ്ടി. 8 ഗ്രാമിന്റെ പാല് തൂക്കിക്കൊണ്ട് നടക്കുക 2 ഗ്രാമിന്റെ കുരിശിടാൻ വേണ്ടി. അപ്പൊ അതൊന്നും അല്ല ഈ ക്രിസ്തു പറഞ്ഞ വാചകം. അതൊന്നും അല്ല. എന്താണ് ഞാന് സ്കൂളില് പഠിപ്പിക്കുമ്പം അത്യാവശ്യം ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അധ്യാപകൻ തന്നെയാണ്. ഹയർ സെക്കൻഡറിയിൽ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രതിസന്ധിയാണ്. എന്നാലും എനിക്ക് എന്നെ സംബന്ധിച്ചോളം കുട്ടികൾ പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് അത്യാവശ്യം ശിക്ഷിക്കുന്ന ഒരു അധ്യാപകനാണ്. അങ്ങനെയുള്ള സമയത്ത് ചില ദിവസം താമസിച്ചാണ് സ്കൂളിലോട്ട് വരുമ്പം ഈ പിള്ളേർ മേളിൽ ഇരുന്ന് താമസിച്ച് വരുമ്പോൾ അവർ വിചാരിച്ചത് ഇന്ന് വരത്തില്ല ഈ മുതലെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും പതിവില്ലാതെ കയറി വരുന്നത്. അപ്പൊ പിള്ളേർ പറയും, ദാണ്ട് വന്നടാ കുരിശ്. അതാ യഥാർത്ഥ കുരിശതാ. 2, നിങ്ങൾക്കറിയാവുന്നൊരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പം എവിടോട്ടെങ്കിലും പാൻ ഒരുങ്ങിയിരിക്കുക, അന്നേരമാണ് വളരെ പാടുപെട്ടാൽ നിങ്ങൾ ഒരു ഔട്ടിങ്ങിന് പാൻ ഒരുങ്ങിയിരിക്കുന്നത്. അന്നേരമാണ് നിങ്ങൾക്ക് ഒരു ഫോൺ കോൾ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഗേറ്റേ വന്ന ഒരാൾ പിടിക്കുന്നു. ആ ആന്റിക്ക് ഒരു പ്രത്യേകതയുള്ളൂ, നാക്കെടുത്ത് വെളിയിലിട്ടാൽ പിന്നെ 1/2 മണിക്കൂർ കഴിയാതെ അല്ലെ 2 മണിക്കൂർ കഴിയാതെ നാക്കെടുത്ത് തിരിച്ചകത്തിടത്തില്ല. അപ്പൊ ഈ ഗേറ്റെ പിടിക്കുന്ന കാണുമ്പോഴേ നമ്മൾ പറയും, അയ്യോ ദാ വന്നടാ കുരിശ് ഗേറ്റേലെന്ന്. അപ്പം എന്താ കുരിശ് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി യേശു ക്രിസ്തുവിന്റെ കുരിശ് നോക്കിയാണ് നമുക്ക് പറയാൻ കഴിയും. എന്നെ ഉപദ്രവിക്കുന്ന ആരാണോ അവനാണ് എന്റെ കുരിശ്. എന്നെ നശിപ്പിക്കുന്ന ആരാണോ അവനാണ് എന്റെ കുരിശ്. എന്റെ ഇഷ്ടത്തിന് വിപരീതമായി നിൽക്കുന്ന ആരാണോ അവനാണ് എന്റെ കുരിശ്. ആ കുരിശ് എടുക്കാൻ കഴിയുമോ? അല്ലെ, തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി കൂടി ഇവരുടെ പാപം ഇവർക്ക് വേണ്ടി നിർത്തരുത് എന്ന് പറഞ്ഞ സ്തേഫാനോസിന്റെ കുരിശ് എന്ന് പറയുന്നത് തന്നെ എറിഞ്ഞവരുടെ പാപമാണ്. ഇവർ ചെയ്യുന്ന ഇന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ കുരിശ് എന്ന് പറയുന്നത് തന്നെ ഉപദ്രവിച്ചവരുടെ കുരിശാ. ഒരു തർക്കമില്ല. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കരുതാൻ കഴിയുമോ? ഇതാണ് മൂന്നാമത് ക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലെ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമോ? അത് നമുക്ക് കഴിയട്ടെ. നാലാമതായിട്ട് പെട്ടെന്ന് പറഞ്ഞു. നാലാമതായിട്ട് പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 4-ാം വാക്യം വായിച്ചേ. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തുനിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെറുക്കിക്കൊള്ളണം. എന്നാൽ 6-ാം ദിവസം അവർ അത്രയും മതി. അതായത് ദൈവം മോശയോട് പറയാ, ജനത്തിന് ഞാൻ വേണ്ടത് കൊടുക്കും, യാതൊരു തർക്കവും ഇല്ല. പക്ഷേ അവരെ ഞാനൊന്ന് പരീക്ഷിക്കാൻ പോയെന്നറിയോ?
അവർ കൂടുതൽ പറക്കുമോ ഇല്ലെന്ന് എനിക്കൊന്ന് അറിയണമെന്ന്. ഒന്നാലോചിക്ക്. കർത്താവെ, എൻ്റെ കൊച്ചുമോന്റെ മോന് മിക്കവാറും ഒരു മോനായിരിക്കും, കൊച്ചുമോന്റെ മോന് ജനിക്കാൻ പോകുന്നു, മിക്കവാറും ഒരു മോനായിരിക്കും. അവനൂടെ ഒരു വീട്, ഒരു 1 മില്യന്റെ ഒരു വീട് മേടിച്ചു വെക്കാനുള്ള പൈസ എനിക്ക് തരണമെന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? എൻ്റെ കൊച്ചുമോന്റെ മോനൂടെ മേടിക്കത്തക്ക രീതിയിൽ ഒരു 1 മില്യന്റെ വീട് മേടിക്കാനുള്ള ദൈവമേ എനിക്ക് അതുകൂടെ തരണമെന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതായത് ആവശ്യത്തിൽ കൂടുതൽ പറക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആവശ്യത്തിന് പറക്കാൻ വെച്ചേക്കുന്നവന്റെ പാത്രത്തിൽ നിന്നൂടെ പറക്കിക്കൊണ്ട് പോകുന്നവരാണ് നമ്മൾ. പോട്ടെ. എനിവേ, കർത്താവ് പറഞ്ഞത് വളരെ രസകരമായിട്ടാണ്. ഞാൻ ഇവരെ പരീക്ഷിക്കാൻ പോവാ, ആവശ്യത്തിൽ കൂടുതൽ പെറുക്കുമോ ഇല്ലയോ. 2, അതാത് ദിവസം പോയി പെറുക്കണം. എന്ത് ചെയ്യും? അതാത് ദിവസം പോയി പെറുക്കണം. മന്ന എന്ന് പറഞ്ഞാൽ, എന്നെ കേൾക്കുന്നവരുടെ ശ്രദ്ധിക്കാൻ ചോദിക്കട്ടെ, മന്ന എന്ന് പറഞ്ഞാൽ പട്ടയപ്പത്തിന്റെ വലിപ്പമാണോ അത് ചെറുതാണോ? വളരെ ചെറുതാണ്. ഇനിയും ഇത് എവിടെയാ കിടക്കുന്നത്? 6 ലക്ഷം വരുന്ന ജനത്തിന്റെ വെളിയിൽ, പാളയത്തിന് പുറത്താ കിടക്കുന്നത്. 6 ലക്ഷം വരുന്ന ജനത്തിന്റെ പാളയത്തിന് പുറത്താ കിടക്കുന്നത്. അപ്പൊ ആ സാധനം പോയി പെറുക്കണമെങ്കിൽ ഈ 6 ലക്ഷം എന്ന് പറഞ്ഞ ജനം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടെന്ന് അറിയാം. നമ്മുടെ നാട്ടിലെ ഒരു 10 പഞ്ചായത്ത് ചേർന്നാലൊന്നും പറ്റത്തില്ല. ഒരു ജില്ലയുടെ വലിപ്പം വരും. അത്രയും ദൂരം നടന്നു പോകണം. ഇനി മൂന്നാമതൊരു ചോദ്യം ചോദിക്കട്ടെ, എപ്പോഴാ ഈ മെന്നെ പെറുക്കേണ്ടിയേ? അതിരാവിലെ. രാവിലെ അല്ല, അതിരാവിലെ. ബിഫോർ സൺസെറ്റ്. അതാ നമ്മുടെ പിതാക്കന്മാര് പാടിയേ, അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ എന്ന് പറഞ്ഞാൽ ബിഫോർ സൺറൈസ് ആണ് ഇത് പെറുക്കണ്ടേ. ഇത് പെറുക്കാൻ പോകുമ്പോൾ അവർക്ക് അറിയില്ല അവിടെ കിടപ്പുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അവരോട് പറയുക, കർത്താവ് പറയുക, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നീ എഴുന്നേക്കണം, നല്ലപോലെ പ്രാർത്ഥിച്ച് അവിടെ പോയി ഇത് പെറുക്കണം. പെറുക്കുക എന്ന് പറഞ്ഞാൽ നാഴി പെറുക്കണമെങ്കിൽ ഓരോന്നോരോ, കാരണം ഇത് മണ്ണിനകത്ത് കിടക്കുന്നത്, അല്ല ഇങ്ങനെ വാരി കൂരി എടുത്തോണ്ട് വരാൻ പറ്റത്തില്ല. 1, 2, 3 എന്ന് വാരി പെറുക്കിയെടുക്കണം അല്ലേ? എത്ര സമയം എടുക്കുമെന്ന് ആലോചിക്കേ. അപ്പൊ ജനം എപ്പോ എഴുന്നേക്കണം? അപ്പൊ നമ്മൾ പറയാം, അച്ഛാ അങ്ങനെയൊന്നും അല്ല അച്ഛാ, കല്യാണം കഴിക്കുന്ന പോകുന്ന കൊച്ചല്ലയോ, അപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ അല്ലേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ഇന്നിപ്പോ പ്രാർത്ഥിച്ചില്ലേലും കുഴപ്പമില്ല, അവൾ കുറച്ചേരൂടെ അങ്ങ് ഉറങ്ങിക്കോ അല്ലേ? അല്ല കുഴപ്പമൊന്നുമില്ല, ദോഷമൊന്നുമില്ല. കെട്ടിച്ചു വിടുന്നിടത്ത് അവൾ നേരത്തെ അങ്ങ് എഴുന്നേറ്റ് പണി തുടങ്ങിക്കോളും. അവൻ പിന്നെ പൊട്ടനായിട്ട് അവൻ പിന്നെ സഹിച്ച് അങ്ങ് നിൽക്കുകയാണ്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർ ജീവിച്ചു പോകുന്നുണ്ട്. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല. നന്നാ രാവിലെ എഴുന്നേൽക്കുകയും ഈ സ്ത്രീകളെ കുറിച്ച് പറയുന്ന സദൃശവാക്യത്തിലെ 31-ാം അധ്യായത്തിൽ അവൾ നന്നാ രാവിലെ എഴുന്നേൽക്കുകയും വേലക്കാരത്തി ഓഹരിയും വീട്ടുകാർക്ക് ആഹാരവും കൊടുക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശീലമായി മാറട്ടെ. രാവിലെ എഴുന്നേൽക്കുകയും പ്രാർത്ഥിക്കുകയും എക്സസൈസ് ചെയ്യുകയും. തമ്പുരാൻ പറയുന്ന വാക്ക് അത് തന്നെ, എക്സസൈസ് എന്ന്. അതിന്റെ ലാസ്റ്റ് വൺ ഒരെണ്ണോടെ പറഞ്ഞു നിർത്താൻ എന്റെ സമയം. നിങ്ങൾ എനിക്ക് എപ്പോഴും അല്ലാതെ ഇച്ചിരി 1 മണിക്കൂർ സമയമൊക്കെ അതിനൂടെ ഡീറ്റെയിൽ ചെയ്ത് പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കാമോ? 13. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടുത്താതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവേൻ. പാപത്തിൽ വീഴാതിരിക്കാൻ അന്യോന്യം നാൾതോറും പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. വളരെ ശ്രദ്ധേയമായ വാക്യത്. പാപത്തിന്റെ ചതിയിൽ പെടാതിരിക്കാൻ ഇന്നെന്ന് പറയുന്ന ദിവസത്തോളം നാൾതോറും പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. നമ്മൾ പറയുന്ന നേരെ തിരിച്ചാ. അച്ഛാ ഞാൻ എന്തിനാച്ചാ, നമ്മൾ എന്തിനാച്ചാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? നമുക്ക് എന്തോ വേണം, അവരുടെ കാര്യം നോക്കട്ടെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നു, നമ്മൾ എന്തിനാ അവരുടെ കാര്യത്തിലൊക്കെ അങ്ങനെയല്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയണം. തെറ്റ് കണ്ടാൽ തെറ്റാണ്, ഇത് നിന്റെ ജീവിതത്തിന് ആപത്താണ്. പിന്നെ അങ്ങനെയുള്ള പറയുന്ന അച്ഛനെ കുറിച്ച് നമ്മൾ പറയുന്നത് മോശടൻ, അങ്ങനെയൊക്കെ പള്ളിയിൽ ആരോട് സ്നേഹമില്ല, നേരെ മറിച്ച് മൂക്കള വരെ പിഴിയുന്ന അച്ഛന്മാരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സ്നേഹം കാണിക്കാൻ വേണ്ടി മ്യൂക്കസ് വരെ പിഴിഞ്ഞു കളയുന്ന പറയപ്പെടുന്നത്. അങ്ങനെയല്ല. നല്ല അമ്മമാരെയും നല്ല അധ്യാപകരെയും നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. നല്ല ഒന്നാന്തരമായിട്ട് ശിക്ഷിച്ചും ശാസിച്ചും വളർത്തുന്ന മാതാപിതാക്കളെ ഒരു കാലത്തും മക്കൾ മറക്കില്ല. ഒരു കാലത്തും അധ്യാപകരെ നമ്മൾ മറന്നിട്ടില്ല. ഈ കാലഘട്ടം വേറെയാണ്. പ്രബോധിപ്പിക്കാൻ കഴിയണം. എനിക്ക് പറയാനുള്ളത് പറയണം. വേദപുസ്തകത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച വാചകങ്ങളിൽ ഒന്നാണ്
എനിക്കായി കെണികൾ മറച്ചു വെച്ചിട്ടുള്ള, ബാക്കി പറയാമോ? എനിക്കായി കെണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ എന്നെ വിടുവിക്കണം. വെറുതെ അങ്ങ് സൂചിപ്പിച്ചു കളയുന്നത്, വെറുതെ അങ്ങ് സൂചിപ്പിച്ചു കളയും. ഈ അമ്മാമ വെച്ച കറിയുടെ കൂട്ട് നല്ലൊരു കറി ലോകത്ത് ഞാൻ കഴിച്ചിട്ടില്ല. അവസാനം അങ്ങോട്ട് പോകുന്ന വഴിക്ക് 10 മിനിറ്റ് കഴിഞ്ഞാൽ പുള്ളി ഛർദ്ദിച്ചു. എന്നാലും പറയും വെറുതെ, അല്ലേ? ആന്റി അച്ഛന്റെ കാര്യം, അവരച്ഛന്മാരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. നമ്മൾ പരസ്പരം എന്തോരമാണെന്നറിയോ, ആ സാരിയുടെ ആ ഒരു കളർ എന്തൊരു ഷെയ്ഡാണെന്നറിയും. ഇതുപോലൊരു സാരി ഈ രാജ്യത്താർക്കും കാണത്തില്ല. ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പറയും ഇത് ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ജോലിക്കാർ വരുന്നവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന സാരിയുടെ കളറാന്ന് പറയും. എന്തിനാണെന്നേ ഇങ്ങനെ? സത്യമാകട്ടെ. റിഞ്ചു പി കോശി അച്ഛൻ ദേഷ്യക്കാരൻ ആണെന്നേ. അച്ഛൻ ദേഷ്യക്കാരനാണ്, അതിനെന്നെ കുഴപ്പമില്ല. അച്ഛൻ സ്നേഹമുള്ളവനാണെന്നേ. എന്തിനാ ഇത് രണ്ടും അല്ലാതെ ഈ റിയാലിറ്റി ഇല്ലാതെ സംസാരിക്കാൻ പോണേ? ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. ഒരു ദിവസം, എല്ലാ ദിവസവും ദൈവം ചെയ്യണമെന്ന് പറഞ്ഞ 5 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു എന്നുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിന്റെ റെഫറൻസ് ഞാൻ ഒന്നുകൂടെ ഷീന ചേച്ചിക്ക് അയച്ചു കൊടുത്തേക്കും. ഷീന ചേച്ചി നിങ്ങളുടെ ഗ്രൂപ്പിൽ എവിടെ ഇടുവാൻ ഇടയാകട്ടെ. എബിയച്ച, താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഷീന ചേച്ചിയോടുള്ള നന്ദി അറിയിക്കുന്നു. ഭദ്രാസനത്തിന്റെ മർത്തോരെ സമാജത്തോടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഓർക്കുക. ഞാൻ നാളെ സെന്റ് തോമസ് പള്ളിയിൽ കുർബാനയുടെ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച രാവിലെ നാട്ടിൽ പോകും. 8-ാം തീയതി സ്കൂളിൽ ജോയിൻ ചെയ്യണമെന്നുള്ള രീതിയിൽ കമ്മ്യൂട്ടഡ് ലീവ് എടുത്തോണ്ടാണ് വന്നേക്കുന്നത്. എനിക്ക് ഇത്തിരി പ്രതിസന്ധി അതുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷെ സഭ ഒരു ദേവാലയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി എന്നെ അയക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ റെഡിയാണ്. അതിനുവേണ്ടി വന്നു. 1 രൂപയെങ്കിലും ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ബില്ല് നാട്ടിൽ ചെന്നതിന് ശേഷം റെസിപ്റ്റ് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിജയകരമായി ഈ ദിവസങ്ങളെല്ലാം ദൈവം പൂർത്തീകരിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരോടും നന്ദി അറിയിച്ച് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവവചനം അതെങ്ങനെ ആയിരിക്കണം, അതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാത്ത ഇടങ്ങളിലുമൊക്കെ കൈവിടാത്ത ചില അനുഭവങ്ങൾ നന്മയായി കൂടെ ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു അച്ഛൻ ചെയ്തത്. അച്ഛൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിന് രൂപാന്തരമായി തീരട്ടെ. അച്ഛൻ്റെ സാന്നിധ്യത്തിനുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഭദ്രാസനത്തിന്റെ പേരിൽ, ഭദ്രാസന മർത്തോമറി സമാജത്തിന്റെ പേരിൽ പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിന് ഒരു ചാലക ശക്തിയായി, മുൻപോട്ട് നീങ്ങുവാനുള്ള ഒരു ശക്തിയായി, അനുദിന ജീവിതത്തിന്റെ ഭാഗമായി തീരുവാൻ തക്കവണ്ണം ഈ വാക്കുകൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട റിഞ്ചു പി കോശി അച്ഛനെയും അച്ഛൻ്റെ കുടുംബത്തെയും അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയും അച്ഛൻ്റെ മടക്കയാത്രയും അതേപോലെ തന്നെ ദേവാലയ നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ ദിവസവും വായിക്കുന്നതിനും വായിച്ച് കേൾപ്പിക്കുന്നതിനും അതിരാവിലെ പ്രാർത്ഥിക്കുന്നതിനും അതങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വചനം കേൾക്കുക മാത്രമല്ല പ്രവർത്തിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കുള്ള സമയമാകുന്നുവല്ലോ. പറഞ്ഞു. ഞാൻ ഒന്ന് ലീവ് ചെയ്തോട്ടെ. ഞാൻ ബിജു അച്ഛന്റെ കൂടെ വന്ന് ബിജു അച്ഛന്റെ പള്ളിയിൽ വന്നു നിന്നിട്ട് ഈ മീറ്റിംഗ് സംബന്ധിച്ച് ഞാൻ വീണ്ടും എന്റെ ജേർണി കണ്ടിന്യൂ ചെയ്യുവാണേ. ഓക്കെ അച്ഛാ, താങ്ക് യു അച്ഛാ. പരിശുദ്ധ ബാബ തിരുമേനി പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ തിരുമേനിക്ക് സഭയെ ഭരിച്ചു നടത്താനുള്ള എല്ലാ കൃപയും കൊടുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സഭാപിതാക്കന്മാരും ഒരുമിച്ച് കുരിശിനാണ് വരുന്നത്, ഒരുമയോടെ നിൽക്കാൻ സഹായിക്കണമെന്ന് നമുക്ക് അപേക്ഷിക്കാം. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും അതുപോലെ എബി അബ്രഹാം അച്ഛനെയും സുപ്രാസ് അച്ഛനെയും നമ്മുടെ എല്ലാ അഭിഷിക്തന്മാരെയും എല്ലാ വൈദ്യ ശ്രേഷ്ഠരെയും ഇപ്പോൾ നമുക്ക് ധ്യാന പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട റിഞ്ചു കോശി അച്ഛനെയും എല്ലാ കോർപ്പിസ്കോപ്പുമാർ, ശമാശന്മാർ, അതേപോലെ എല്ലാ സംഘടനകളുടെയും നേതാക്കന്മാരായിരിക്കുന്നവർ, കൊച്ചമ്മമാരെ, മർത്തോറിയ സമാജ അംഗങ്ങള്, ഓരോ ഇടവകയുടെയും അഭിഷിക്തർ, അതിന്റെ നേതൃത്വം വഹിക്കുന്നവർ, ഔട്ടർ ബോയ്സ്, എല്ലാവരും ദേവസ്വത്തിലേക്ക് സമർപ്പിക്കുന്നു. ദൈവകാര്യത്തായിട്ട് തീരുമാനമെടുക്കുന്നവർ, സെമിനാറിയൻസ് എല്ലാവരെയും സമർപ്പിക്കുന്നു.
പ്രത്യേകിച്ച് രോഗാവസ്ഥയിലിരിക്കുന്ന ജോയൽ ജോജി നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നാണ് സൗഖ്യം പ്രാപിച്ചാണ് അടുത്ത സമയത്ത് വീണ്ടും ഒരു സർജറി ക്രിട്ടിക്കലായിട്ട് വന്നു. ജോയൽ ജോജിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സിക്കായിരിക്കുന്ന എല്ലാ അഭിഷിക്തരെയും അതുപോലെ തന്നെ അല്ലാത്ത പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. കൈകന്യച്ചനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞതുപോലെ ചെറിയാൻ കുഞ്ഞച്ചായനെ ഓർത്ത് സ്തോത്രത്തോടെ വീണ്ടും പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാനുവിന് വേണ്ടി സ്തോത്രം പറയുന്നു, തുടർന്നും പ്രാർത്ഥിക്കുന്നു. അരുണിന് വേണ്ടി സ്തോത്രം പറഞ്ഞു, വീണ്ടും പ്രാർത്ഥിക്കുന്നു. സാം, ലിസി, അജീന, നീന, ധാരാളം പ്രയർ റിക്വസ്റ്റുകളുണ്ട്. ഇതുവരെ നമുക്ക് നൽകിയ സൗഖ്യത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ലഭിക്കാത്ത സൗഖ്യം ഇനി ലഭിക്കാനിരിക്കുന്നവർക്കും വേണ്ടി വീണ്ടും അവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇന്നേ വരെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളോട് റിക്വസ്റ്റ് ആവശ്യപ്പെട്ടവരും ഇപ്പോൾ മനസ്സിലുള്ള എല്ലാ പ്രാർത്ഥനാ റിക്വസ്റ്റുകളും വിവിധങ്ങളായിട്ടുള്ള ശാരീരിക മാനസിക രോഗങ്ങൾ ഉള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വേദന അനുഭവിക്കുന്നവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ സൗഖ്യമാക്കുന്ന കരങ്ങൾ അവരുടെ മേൽ നീട്ടണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ബർത്ത്ഡേ ആയിരുന്ന ദിയ, ശ്രേയ എന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വളരെ വൈഷമ്യമുള്ള സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങളാകുന്ന അനേകം കുടുംബങ്ങൾ സമാധാനമില്ലാതെ ഇരിക്കുമ്പോൾ മാതാപിതാക്കളുടെ ഉള്ള അസമാധാനാവസ്ഥ കുഞ്ഞുങ്ങളിലേക്ക് വന്നിട്ടുള്ള 2 കുഞ്ഞുങ്ങളാകുന്നു. അതേപോലെ അനേകം കുഞ്ഞുങ്ങളുണ്ട്. വ്യക്തികളുടെ സമാധാനം, കുടുംബത്തിന്റെ സമാധാനം, നമ്മളുടെ സഭയുടെ സമാധാനം, ലോകത്തിന്റെ സമാധാനത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വഭാവങ്ങളുടെ വൈകല്യങ്ങൾ, ഈഗോ, പലവിധ കാരണങ്ങളാൽ കുടുംബം ഛിദ്രമാകുന്ന സമയത്ത് ഛിദ്രമാകുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി സങ്കടത്തോടെ പ്രാർത്ഥിക്കാം. സ്പിരിച്വൽ ബർത്ത്ഡേസ് ആയിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ യഥാർത്ഥത്തിലുള്ള ബർത്ത്ഡേക്കാൾ പ്രധാനപ്പെട്ടതാണല്ലോ നമ്മുടെ സ്പിരിച്വൽ ബർത്ത്. എല്ലാവർക്കും അത് ഓർത്ത് വെച്ച് എല്ലാവരുടെയും സ്പിരിച്വൽ ബർത്ത്ഡേ ദിവസം സൂസൻ നമ്മൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും അവരുടെ സ്പിരിച്വൽ ബർത്ത്ഡേ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ബാപ്റ്റിസം ആയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്നും നാളെയുമായി ബാപ്റ്റിസം ആകുന്ന എല്ലാ മക്കളെയും ദിവസം സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങൾ വിദ്യാരംഭം എടുത്ത അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ആരംഭമായിട്ട് പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും ദിവസം സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് റിജക്ഷന്റെ ഫീലിംഗ് ഉണ്ട്. കുറെ പേര് പ്രായം ആയിട്ടും അല്ലാതെ നമ്മൾ റിജക്റ്റഡ് ആണെന്നുള്ളൊരു തോന്നലുകൊണ്ട് സൂയിസൈഡ് ചെയ്യുക, രോഗത്തിലേക്ക് കടക്കുക, ഭയപ്പെടുക, അനേകം പേരുടെ കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നുണ്ട്. ഓരോരുത്തരെയും അവർ ദിവസം സമർപ്പിക്കും. വത്സ, ജയ്സൺ, കുര്യൻ ഈ മക്കളെ സമർപ്പിക്കുന്നതോടൊപ്പം നമുക്കറിയാം നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ സ്നേഹിതരിലും അതുപോലെ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്തവരും നമ്മുടെ ഇടവകളിലായിരിക്കാം. നമ്മുടെ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു നല്ല ഒരു മുഖത്തുള്ള നമ്മുടെ ഒരു ചിരി അല്ലെങ്കിൽ നമ്മുടെ സ്നേഹ അന്വേഷണം, നമ്മുടെ പ്രാർത്ഥന അവർക്ക് ആവശ്യമാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ മനസ്സിലറിയാവുന്നവർ നമ്മൾ അവരെ കൂടുതൽ വിഷമിപ്പിക്കുകയല്ല, നമ്മുടെ സ്നേഹത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും അവരെ നേടുവാൻ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടം കൊണ്ട് ഡിപ്രഷനായവർ, ഭയപ്പെട്ടിട്ട് വീടിന് പുറത്തിറങ്ങാത്തവർ അനേകം മക്കളുണ്ട്. ദൈവം നമ്മുടെ നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ നമുക്ക് കാണിച്ചു തരും. നിരന്തരമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊരു വലിയ കടമയുണ്ട്. ദൈവസന്നിധിയിൽ അവരെ സമർപ്പിക്കാം. ഇന്ന് വിവാഹിതരാകുന്ന എയ്മി ആൻഡ് കോഡി ഒരു പ്രത്യേകമായ ദിവസം സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം വിവാഹിതരാകുന്ന മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിതം കൊണ്ടുപോകാൻ അവരെ സഹായിക്കുന്നു. വലിയ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാവുന്നു. ദൈവമേ, അവരെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ജേർണി ചെയ്യുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാഹനം ഓടിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആക്സിഡന്റുകൾ ധാരാളമായി നിമിഷം പ്രതി ആക്സിഡന്റുകൾ കേൾക്കുന്ന ഈ സമയത്ത് കുഞ്ഞുഞ്ഞമ്മ, മണി ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാ ആക്സിഡന്റ് കൊണ്ട് മരണപ്പെട്ടവരും ആക്സിഡന്റ് കൊണ്ട് സീരിയസ് ആയിട്ട് ഇഞ്ചുവേർഡ് ഫ്രാക്ചേഴ്സായി സർജറി ആയിരിക്കുന്ന എല്ലാ മക്കളെയും ദിവസം സമർപ്പിക്കുന്നു. ജനറേഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാകുന്നു. നമ്മുടെ മക്കൾ, കുഞ്ഞുമക്കൾ നിഷ്കളങ്കരായിരിക്കുകയും പലവിധ ചതികളിൽപ്പെടുകയും ലഹരി, ഇന്റർനെറ്റ് നല്ല ഉപയോഗത്തിന് ഇരിക്കുന്നെങ്കിലും അതിന്റെ പല കെണികളിൽപ്പെട്ട് വിഷമിക്കുന്ന കുഞ്ഞുങ്ങൾ ദിവസം സമർപ്പിക്കാം.
ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗം കൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം, നമ്മുടെ സ്വന്തം വീട്ടിലുള്ള പ്രിയപ്പെട്ടവരോടുള്ള ബന്ധം എല്ലാം നഷ്ടപ്പെടുത്തുന്ന അതിന്റെ ആസ്പെക്ട് മാറ്റി അതിന്റെ നന്മ മാത്രം ലക്ഷ്യമാക്കി പോകുവാനുള്ള കൃപ തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുങ്ങളെയും, കൊച്ചു കുഞ്ഞുങ്ങളെയും ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കാം. ഭാവി എന്തെന്നറിയാതെ വിഷമിക്കുകയും എൻട്രൻസ് എക്സാം ഒക്കെ എഴുതുകയും മറ്റു നാടുകളിൽ പഠിക്കാൻ പോവുകയും ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ദൈവമേ ദിവസ വായനയിലും പ്രാർത്ഥനയിലും കൂടുതൽ സമയം ചെലവഴിക്കാനില്ലെങ്കിൽ പോലും അതിരാവിലെ ഉണരുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഈ മനസ്സ് ദൈവത്തിലേക്ക് ഉയർത്തി ദിവസ വായന, പ്രാർത്ഥന, കുദാശകൾ, ദൈവാലയ ആരാധന ഒന്നും വേണ്ട പറഞ്ഞ് ഉപേക്ഷിച്ച് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്ത എല്ലാ മക്കളെയും കുഞ്ഞുമക്കളെയും തലമുറ ദൈവസന്നിധിയിലേക്ക് കണ്ണുനീരോടെ സമർപ്പിക്കാം. നാം ശുദ്ധരാകാനായിട്ട് നമുക്ക് അപേക്ഷിക്കാം. ആൻഡ് 2, എലിസബത്ത് 2, ഹാന, ലോറൻസ്, കാരോളിൻ, ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. അവരെ നമുക്ക് സമർപ്പിക്കാം. ഒന്നുകൂടെ ജോജിയെ സമർപ്പിക്കുന്നു. ജോജി, മാത്യു, എവലിൻ, എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. എല്ലാ മക്കളുടെയും മനസ്സിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളെയും ജോലിയിൽ സ്ട്രെസ് അനുഭവിക്കും, ജോലിയില്ലാതെ വിഷമിക്കുന്നവര് എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. യുദ്ധത്തിന്റെയും പെർസിക്യൂഷന്റെയും നാച്ചുറൽ കലാമിറ്റീസിലും വിലയുന്ന മക്കളെ സമർപ്പിക്കുന്നു. ചർച്ചസിന്റെ റീകൺസ്ട്രക്ഷൻ ആയിരുന്ന എല്ലാ ചർച്ചസിനെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഡിപ്പാർട്ടായിട്ടുള്ള ആത്മാക്കളെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരെ പരിശുദ്ധാത്മാവ് വരും, നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നേടിയിടും. കർത്താവിന് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുന്ന പോലെ ആൽബി കൊച്ചുമ്മയ്ക്ക് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് ദീപ കൊച്ചുമ്മ, റിൻസി, ജെൻസി, നീതു, നിയ, നിത്യ, ടാക്സി, പിങ്കി, പ്രീത, പ്രീതി, സ്റ്റെഫാനി, ഈ മക്കൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലഭിച്ചവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ദൈവമേ പാർട്ട്നേഴ്സിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. അലൻ, തോമസ്, അശ്വിൻ, ജഫോസൻ, മിന്നു, ക്ഷേമ, താര, ടിന, ടിയ, മറിയ, ജോജി, ദീന, ടാഷ, നിക്കോൾ, ധാരാളം മക്കളുടെ പേരുകളുണ്ട്. തക്ക സമയത്ത് ദൈവമേ അവർക്ക് അവിടെ നിശ്ചയിക്കുന്ന മക്കളെ കാണിച്ചു കൊടുക്കണമേ. വിവാഹം വേണ്ടെന്ന് പറയുന്ന മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. മാതാപിതാക്കളെ അവർക്കും പ്രാർത്ഥിക്കുന്നു. വിട്ടുപോയ എല്ലാ കാര്യങ്ങളും ഹസ്മസ് നിമിഷയായ മക്കളെ, മെഡിക്കൽ ടീം, ആരുമില്ലാത്ത മക്കളെ, അതുപോലെ ആശ്രയ, കാരുണ്യ നിലയം, അനേക വോളണ്ടറി സംഘടനകളുണ്ട്. ജയിൽ മിനിസ്ട്രി ചെയ്യുന്നവരുണ്ട്. കുറ്റം ചെയ്തു അല്ലാതെയും ശിക്ഷിക്കപ്പെടുന്ന മക്കളെ എല്ലാവരും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എൽദോമാർ ബസേലിയോസ് വിശുദ്ധന്റെ ഓർമ്മയാകുന്നു. വിശുദ്ധന്റെ മധ്യസ്ഥത യാചിക്കുന്നു. ഫാദർ ഡോക്ടർ ചെറിയാൻ പുതിയോട്ടിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പി ജോൺ ജോസഫ്, സിസിലി ടീച്ചർ, ജേക്കബ് ചാക്കോ, എല്ലാ മക്കളുടെയും പ്രിയപ്പെട്ട വാങ്ങിപ്പോയ ആത്മാക്കളെ നേരത്തെ വളരെ കർത്താവിന്റെ സമയമാണെങ്കിലും ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട് ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാ അഭിഷിക്തരും അല്ലാതെ ഉള്ളവരുമായ പ്രിയപ്പെട്ട ആത്മാക്കളെ സമർപ്പിക്കുന്നു. ദുഃഖിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിട്ടുപോയ എല്ലാ കാര്യങ്ങളും ദൈവസന്നിധി വയ്ക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ട ലിൻസി പോളാണ്. ലിൻസി പോളിനെയും കുടുംബത്തിനെയും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ലിൻസി പോൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. Dear Heavenly Father, കേൾക്കാവല്ലോ. Yeah. Dear Heavenly Father, we thank you for bringing us together, giving us one more chance to glorify and worship your name. Thank you for this, for the meeting, for the congregation of women in Achinso. Oh Lord, you gave a few of wisdom to bring us together, to bring our nation together in prayer. Thank you for giving us the wisdom and the desire in our hearts to come and glorify you in a manner like this. Lord Jesus Christ, we thank you for the leadership of our Baba Tirumeni, our Ivanios Tirumeni. Bless them. Bless your sons with the wisdom and the grace to lead this church in this times of distress. We pray especially for ABHN and his leadership in supporting our MMEs. We pray and ask that you pour out the Holy Spirit to give him courage, to give him the discipline and to give him the discipline to lead and
and give organization to 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 the MMES. We pray to you, Lord Jesus, for the words that you spoke through Renju Achin today. Bless his endeavors, bless his ministry abundantly. And oh Lord, you are the one that sees the struggles and sees the hardships that everyone goes through, Lord. And you strengthen us, you give us courage to stand up, to do what you have wanted us to do, oh Lord. And bless Renju Achin in the ways that he's listened to you and in the ways that he's set out to fulfill your will. Bless his family, and thank you for the words of wisdom that you spoke through him. Thank you for reminding us, oh Lord, that you have called us to do more. You have called us to be children of discipline, to wake up in the morning, to be in prayer in front of you, to pray for our enemies. Thank you, Lord, for reminding us, oh Lord, that your word, the Bible, is the word of the Holy Spirit, that you want it not to just to be read, to be heard, to those around us, to those in our community. Lord, we pray and ask that you give us the courage, Lord, when we shy and when we shy back, and when fear holds us back, Lord, we pray that you urge the Holy Spirit within us to speak and to strengthen us, so that we can share the gospel with people around us that really need it. Dear Heavenly Father, we also pray and give abundant thanks to you for all the wisdom and the strength and the leadership you provide through all the bishops and the vicars in our various churches all across the world. You have called them and you have joined them under the priesthood of our Lord Jesus Christ. Lord, through your Son, Jesus Christ, pour out your love into the hearts of our Achins, that they can guide and lead their flock. Lord, bless them that seek to bless the lay people, the laity that seek to follow your heart and to spread your word in different parts of the world, and have taken upon so much hardships and need a lot of courage and bravery in their hearts to spread the gospel in the areas of this world that dresses to them the most, putting their lives in danger and their families in danger. Lord, we ask that you honor those hearts, you honor their courage, and let their lives be an example and a testimony for those who live after them. Dear Jesus Christ, you are the Lord of miracles. Thank you, O Lord, for providing healing to the people that have been crying out to you, to the sick, to those that have been living in continual darkness and despair. We ask, O Lord Jesus Christ, thank you for stretching out your hand and wiping away tears for people that have been asking you and that continually ask you for prayers and for healing. Lord, for those, we also remember and pray and ask for people that who are beginning to lose hope, in not knowing that you're not near, or in not seeing your hand. Oh Lord, we pray that you strengthen their hearts and their minds to be able to hold on to you. The Holy Spirit is what we need the most. We pray, O Lord, that you pour out the Holy Spirit abundantly on your people on this earth, O Lord, so we can stand up for your cause. We can be filled with courage that only comes from above. We again pray and ask that you bless all our children. We as parents, as grandparents, have fallen short in many areas in raising the next generation for you, O Lord. We pray, Jesus Christ, that wherever we have fallen short, you walk those paths, O Lord, with us, so that we can lead our children, we can raise our children in faith
and in boldness like Joshua, your servant. We pray, O Lord, you grant them wisdom, grant them purity in heart to stand and make wise choices in the various struggles that they face at school and the decisions that they need to make in the community, O Lord, so that they can uphold your name. We pray and ask for our elderly. Bless and keep our elderly safe and sound in their hearts, in their faith and love for your name. We remember once again, O Lord, the sick that have requested prayers that couldn't be here, O Lord, and that people that are living in continual darkness and tears. We pray and ask, Lord, that you provide healing in their hearts. You provide physical and emotional healing, O Lord, so their lives can be a testimony to those that are weak, just like us, O Lord, that are weak in our faith and falter in our faith. Lord Jesus Christ, we ask you and we pray of you again to continually strengthen our bonds of marriage and parenthood, O Lord, in today's times when families and are falling apart and children are straying away. We pray, Jesus, give us your words of wisdom and give us your love in our hearts and your mercy through your word, O Lord, that we can continue to pray and stand strong with you to keep our families glued under your name. O Lord, in all our actions, in all our words, and in our homes and at work, let us be able to glorify your name, O Lord. Let us understand and believe in our hearts, O Lord, the one purpose that you created us to glorify you. We pray, O Lord Jesus Christ, for this gathering, for the MMBS chapters, both in our diocese and all across the world. Oh Lord, you gave us women the strength and the wisdom, oh Lord, to wake up early and to work hard for our families and our churches so we can set the right example for the generation that's coming up. Lord, we ask you and we thank you for all your love in our hearts, for being there and choosing us before we even knew you, oh Lord Jesus Christ. We pray to you for all our parents, all our siblings, all across the world. We pray for your peace and your love to adorn this world, to watch over this world and to keep us safe, oh Lord, in this world, to uphold and spread your ministry, Jesus. Thank you, O Lord, for hearing our prayer. Parimala Tirumeni, we thank you and ask you for your continuous intercession for all the churches, for all the people of faith all across the world. We pray, Jesus, once again that you ask us, Father, to pour out the Holy Spirit upon this world, to have mercy, which alone is why this world is existent today. We pray that the Holy Spirit enter our hearts so that we can speak and walk in faith. We pray, Mother Mary, that you intercede to your Son for peace in this world, for healing in our hearts, physical and emotional healing in our hearts, so we can accept and believe in the power of the Trinity. We pray and ask that all the petitions, all the requests, everything, oh Lord, you fulfill in your time, in your love, and let us be able to believe strongly in your presence and in the strength and the power of our prayer and the existence of our church. Thank you, Jesus, for being our Lord and Savior and redeeming us from our sins. Help us, give us the courage, give us a sovereignty in our hearts, O Lord, so that we can repent our sins before you. You, O Lord, are sovereign, you exist, and you provide unity and strength to us, O Lord. Thank you for being our God and Savior. We pray and ask all this in the precious name of our Lord and Savior, Jesus Christ. Amen. Amen. ലോബിയച്ച ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പരിശുദ്ധ സഭയുടെ മേലും, എല്ലാ മഹാപുരോഹിതന്മാരുടെ മേലും, പുരോഹിതന്മാരുടെ മേലും, എല്ലാ ആധ്യാത്മിക സംഘടനകളുടെ മേലും, പ്രത്യേക മർത്തമറിയ സമാജത്തിന്റെ മേലും, നമ്മുടെ ഭദ്രാസനത്തിലെ മർത്തമറിയ സമാജത്തിന്റെ മേലും, നേതൃത്വം നൽകുന്ന എല്ലാ വൈദികരുടെ മേലും, അൽമാരുടെ മേലും, ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിച്ച് നാം ഓരോരുത്തരുടെ പേരും, പ്രത്യേക ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ആചാര്യ ശ്രേഷ്ഠന്റെ പേരും, ദൈവഭാഗം സമർപ്പിച്ച എല്ലാ നല്ല പ്രാർത്ഥനകളുടെ മേലും, നമ്മുടെ ആവശ്യങ്ങളുടെ മേലും, അനുഗ്രഹീതമായ നമ്മുടെ ഭാവി ജീവിതത്തിന്റെ എപ്പോഴും എപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ജോബി അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. അച്ഛന്റെ സാന്നിധ്യത്തിന്, അച്ഛന്റെ പ്രാർത്ഥനയ്ക്കുള്ള നന്ദിയും ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കും. ഷീന. On behalf of Southwest Diocese MMVS, AB Achan, Shini and me, thank you all our members who joined faithfully in Friday fasting prayer today. Your presence makes these gatherings truly meaningful and blessed. We are also deeply grateful to Reverend Father Rinju P. Koshi for his inspiring devotional message drawing from St. Luke's, Nehemiah and Psalms, and emphasizing the need for us to read the Word of God and let others hear it. A special thanks to Mrs. Linda George, Mrs. Sarah Ma Thomas, and Mrs. Rahel Koti George for the Bible reading. We also thank Lindsay Paul and Ms. Maran Joseph for the beautiful songs, and Ms. Lindsay Paul for leading the intercessory prayer. And thanks to Joby Achan for the closing prayer. A very special word of thanks to Elizabeth Andy for always coordinating our Friday prayer and faithfully keeping this blessed gathering going week by week. Thank you all and have a blessed day. Thank you, Shina.